തോന്നുന്നു ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ വി ഡി സതീശനെതിരെ ഉയരുന്ന ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള വി ഡി സതീശൻ സാറിനെ പറ്റിയല്ല, എനിക്ക് പറയാനുള്ള കോൺഗ്രസിനെ പറ്റിയാ. ഇന്ത്യ രാജ്യത്തെ ഭൂരിഭാഗം സ്റ്റേറ്റും ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പൊ ഈ നിലയിലെത്തിയത് ഈ ഒരു നിലപാട് കൊണ്ടാണ്. കാരണം കോൺഗ്രസിന് എവിടെയായാലും തമ്മിലടിയാണ് അവരെ പ്രശ്നം. ഈ പ്രാവശ്യം ഭരണം കിട്ടിയപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള ധാരണയായിരുന്നു പബ്ലിക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ മറ്റ് മുമ്പ് ഭരിച്ചു പോയവരൊക്കെ അത്തരം ഉഷാറന്മാരായിട്ട് പെൻഷനെ പറ്റിയൊന്നും സംസാരിക്കാനുള്ള സമയമായിട്ടില്ല. അവരാകെ ഒരു മാസമായിട്ടാളുള്ളൂ. കൃത്യമായിട്ട് 2000 കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു 6 മാസമെങ്കിലും സമയം കൊടുക്കണം. പിന്നെ എംബോക്കി ഭരണം സിംബോക്കി ഭരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും എംബോക്കികളാണെങ്കിൽ എംബോക്കി ഭരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനത്തെ വൃത്തികെട്ട, അതായത് അസഭ്യമായ വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെ മോശം. ഇവർക്കൊരു ഒരു ഹണ്ടുണ്ട്, എംബോക്കി സിംബോക്കി. ഇതൊന്നും ഒരു ശരിയല്ല സാർ. കാരണം ഭരണം കോൺഗ്രസിന്റെ ഗതികേട് തന്നെയാണ്. കോൺഗ്രസ് ഒരു സ്റ്റേറ്റും ക്ലച്ച് പിടിക്കില്ല. കാരണം അവർ തമ്മിലടിയാണ്. പിന്നെ പെൻഷനെ പറ്റിയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിലിടയ്ക്ക് അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉള്ളതുപോലെ പറയണ്ട നമ്മൾ. പക്ഷേ എങ്കിൽ ഈ ഒരു നിലപാടുണ്ടല്ലോ, ഇവർ ഈ കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസ് തകർന്നു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇത് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. യു ടേൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ചില ബില്ലുകളിലെല്ലാം ഒപ്പിടുന്നത് അത് എന്താണ് യു ടേൺ ഒന്നുമല്ല. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ എതിർത്തുകൊണ്ടൊന്നും ഒരു സർക്കാരിനും ഭരിക്കുവാനൊന്നും ആവില്ല. കാരണം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ അത് ഒരു മോഡി സർക്കാർ ഉണ്ടാക്കിയ നയമൊന്നും അല്ലല്ലോ. രാജ്യത്തൊരു നയമില്ലേ. അപ്പൊ അതിനെയൊന്നും വ്യതിചലിച്ചുകൊണ്ടു പിന്നെ എംബളം വെക്കുന്നതുകൊണ്ട് പാവപ്പെട്ടവന് വീട് കിട്ടണമെന്ന് പറഞ്ഞാലും ന്യായമില്ല. ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് തെരുവ് കിടക്കുന്ന ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഒരു എംബളം വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ കുട്ടികളെ ഒരു സുരക്ഷിതമായ വീട്ടിലാക്കുക എന്നുള്ള ലക്ഷ്യം അഭിമാനം ഉണ്ടാവും. എന്റെ രാജ്യം എനിക്കൊരു വീടില്ലാത്തതുകൊണ്ട് വീട് തന്നു അഭിമാനിക്കുവാനുള്ളൂ. ഇതൊക്കെ ഇവർ കോമാളിത്തരം കാണിക്കുന്നതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, പക്ഷേ ഒരു പാവപ്പെട്ടവൻ്റെ വീട് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു സഹായം കൊടുത്താൽ എൻ്റെ പേരതിൽ വലുതായിട്ട് എഴുതി വെച്ചാൽ പിന്നെ അയാളുടെ ഒരു ആത്മാഭിമാനമില്ലേ? അത് പേരെവിടെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്? അത് പദ്ധതി പ്രകാരം വീടാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനൊരു വീട് വെക്കുന്നു, ആ വീട് വെക്കുമ്പോൾ എന്റെ വീടിന്റെ ഉമ്മറത്ത് തന്നെ വന്ന് ഇത് PMI പദ്ധതി ഒന്നും പടവും ഒന്നും വേണ്ട, ആ PMI പദ്ധതി പ്രകാരം കിട്ടിയ വീട് എന്ന് എഴുതി വെച്ചാൽ ഈ വരുന്നവരും പോകുന്നവരും എല്ലാം കാണുന്നത് സ്വന്തമായി വീട് ഉണ്ടാക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് എന്നേക്ക് സർക്കാർ സഹായം തന്ന് എൻ്റെ ഒരു ആത്മാഭിമാനമില്ലേ? അത് ഒരു ശരിയായ രീതിയല്ലേ? ഇപ്പോൾ കിറ്റ് കൊടുത്തിട്ട് കിറ്റിന്റെ പുറത്ത് സ്വന്തം പടം, മുഖ്യമന്ത്രിയുടെ പടമോ അല്ലെങ്കിൽ സർക്കാരിന്റെ എംബ്ലമോ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. കിറ്റാണെങ്കിൽ വേണമെങ്കിൽ കവർ മാറ്റി വെക്കാം, പക്ഷേ വീടിന്റെ മുന്നിൽ അടിച്ചു വെക്കുന്നത് മാറ്റി വെക്കാൻ കഴിയില്ല. അത് പാവങ്ങളെ അവഹേളിക്കൽ തന്നെയാണ്. അതിന് യാതൊരു സംശയവും ഒരിക്കലുമല്ല. ഏത് പദ്ധതി ആയാലും അതിന്റെ എംബ്ലം വെച്ചിരിക്കും. കാര്യം പറയട്ടെ, ഒരാള് സർക്കാരിൽ നിന്ന് വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് വെക്കുക, അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും വളരെ സന്തോഷത്തെ സ്വീകരിക്കുന്ന ഒന്നല്ല. എനിക്ക് അതിന് ശേഷിയില്ലാത്തത് കൊണ്ട്, എനിക്ക് സ്വന്തം നിലയിൽ അതിന് വരുമാനമില്ലാത്തത് കൊണ്ട് സർക്കാർ നൽകുന്ന ഒരു സഹായം അവർ സ്വീകരിക്കേണ്ടി വരികയാണ്. അപ്പോൾ അവരുടെ നെഞ്ചത്ത് തന്നെ കൊണ്ടുവന്ന് ഇത് സർക്കാർ തന്നതാണ് എന്നും പറഞ്ഞ് അവിടെ എഴുതി വെക്കാൻ അത് അവരെ അപമാനിക്കലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏത് സർക്കാർ ചെയ്താലും, സംസ്ഥാന സർക്കാർ ചെയ്താലും കേന്ദ്ര സർക്കാർ ചെയ്താലും ആര് ചെയ്താലും അത് അവരെ അവമാനിക്കലാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം സാർ. നമ്മുടെ പബ്ലിക് ഓഫീസുകളിൽ മുഴുവൻ MLA പിന്നെ MLAയുടെ പബ്ലിക് ഓഫീസ്, ഞാനോ ബാലകൃഷ്ണോ എന്റെ ഫണ്ട് എടുത്ത് പബ്ലിക് ഓഫീസിൽ വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് റോഡ് നിർമ്മാണം നടത്തിയാൽ നിങ്ങൾക്ക് വെക്കാം, അതിന്റെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചാൽ വെക്കാം, അവിടെ ഒരു പബ്ലിക് കമ്പൻസേഷൻ ഉണ്ടാക്കിയാൽ അവിടെ വെക്കാം. പക്ഷെ എന്റെ വീട് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വകാര്യ ഇടത്തിൽ എനിക്കൊരു സഹായം നൽകിയിട്ട് അത് അവിടെ എഴുതി വെക്കണം. നാളെ മുതൽ റേഷൻ വാങ്ങുന്നവരുടെ എല്ലാം വീടിന് മുന്നിൽ ഇത് റേഷൻ വാങ്ങുന്ന വീട്, ഇത് APLകാരന്റെ വീട്, BPLകാരന്റെ വീട് എന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ? അത് താങ്കൾക്ക് തോന്നുന്നതാ? താങ്കൾക്കല്ല, അഭിമാനമുള്ള ഏത് മനുഷ്യനും തോന്നും. അത് അല്പത്തരമാണ്. ആര് കാണിച്ചാലും അല്പത്തരമാണ്. സ്വന്തം പദ്ധതിയുടെ പേര് എഴുതി വെക്കണം, സ്വന്തം പടവട അടിക്കണം എന്ന് പറയുന്ന അല്പത്തരം തന്നെയാണ്, വേറെ സംശയമൊന്നുമില്ല. സാർ എന്ത് പറഞ്ഞാലും PMAY കൊടുക്കുന്നെങ്കിൽ PMAY എഴുതി എപ്പോഴും വെക്കേണ്ടി വരും. അതാ പറഞ്ഞത്, അത് അങ്ങനെയുള്ള നിബന്ധന വെക്കുന്നത് അല്പത്തരമാണെന്ന്. അത് താങ്കൾക്ക് തോന്നുന്നതാ? ഒരു വീട് എന്താണ്, എങ്ങനെ ഏത് രൂപത്തിൽ വീട് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഇത് കയറി കിടക്കാൻ വഴിയില്ലാത്തവർ മാത്രമേ ഇത് വീട് കൊടുക്കാവൂ. പൊങ്ങച്ചം കാണിക്കുന്നവർ ഈ വീട് കൊടുക്കരുത്. വീട് കയറി കിടക്കാൻ വഴിയില്ലാത്തവരെല്ലാവരും അഭിമാനമില്ലാത്തവരാണെന്ന് കരുതരുത് ബാലകൃഷ്ണൻ. ആര് പറഞ്ഞു അഭിമാനമില്ലാത്തവരാണെന്ന് കരുതരുത്? രാജ്യത്ത് എനിക്കൊരു വീട് വെച്ച് തന്നാൽ ആ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇന്ന ആൾ വെച്ച് തന്നു. ഒരു പാവപ്പെട്ടവന്റെ നാട്ടിൽ ആളുകൾ വീട് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വീട് വെച്ച് കൊടുക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട് വെച്ച വീട് എന്ന് പറഞ്ഞ് അതിന്റെ മുന്നിൽ എഴുതി വെച്ചാൽ പിന്നെ അയാൾക്ക് വീട് കൊടുക്കുന്ന അതിൽ പരമാവധി അവമാനിക്കാൻ വേറെ വഴിയുണ്ടോ?
അയാൾക്ക് അഭിമാനിക്കാനേ വഴിയുള്ളൂ. എന്ത് അഭിമാനം? എനിക്ക് എന്റെ എന്ത് സർക്കാർ, അഭിമാനം? എന്റെ എന്റെ വീടിന് രാജ്യം, മുന്നിൽ കൊണ്ടുവന്ന് എന്റെ രാജ്യം പേരെഴുതി എനിക്ക് വെക്കുന്നതാണ് അഭിമാനം. എനിക്ക് എന്റെ വീടില്ലാതായിട്ടുണ്ടെങ്കിൽ രാജ്യം അതിന്റെ ഉത്തരവാദി ഈ സർക്കാരാണ്. എന്നെ മാന്യമായി ഒരിക്കലും ജീവിക്കാൻ അത് അനുവദിക്കാത്തതിന്റെ സാറിന് ഉത്തരവാദിത്വം തോന്നുന്നതാണ്. സർക്കാരിനാണ്. ആ സർക്കാരിന്റെ ഇത് ഉത്തരവാദിത്തമാണ് എനിക്ക് വീടില്ലാത്ത വീട് വെച്ച് തരേണ്ടത്. അവിടെ എനിക്ക് വീട് വെച്ച് തന്നിട്ട് അവരുടെ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അത് അല്പത്തരമാണെന്ന് യാതൊരു സംശയമില്ല. വ്യക്തിയുടെ പേര് എവിടെ എഴുതുന്നില്ല. വ്യക്തിയല്ല, സർക്കാരിന്റെ പേരിൽ ആരുടെ പേര് എഴുതി വെക്കരുത്. PMAY PMAY എന്ന് എഴുതരുത്. പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി XRY, പ്രധാനമന്ത്രി ആരോ ആയിക്കോട്ടെ, XRY PMAY എന്നല്ല ഒരു സാധനവും ഒരാളുടെ വീടിന് അത് മുന്നിൽ എഴുതരുത്. താങ്കൾക്ക് തോന്നുന്നതാണെന്ന്. ഒരു വീടില്ലാത്തവനെ സംബന്ധിച്ച് ചോദിച്ചു നോക്ക് താങ്കൾ. ഈ അല്ല, അതാ PMAY പറഞ്ഞത്, വീടില്ലാത്തവൻ ഗതികേട് കൊണ്ട് ഒരു സർവ്വേ വീട് നടത്തി. വാങ്ങുമ്പോൾ അവന്റെ നെഞ്ചത്ത് കയറി നിങ്ങളുടെ പരസ്യം അത് ഒട്ടിക്കാന്ന് താങ്കളുടെ പറയുന്നത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയ വിഹിതത്തിലേക്കാണ് സാറ് പോകുന്നത്. അത് രാഷ്ട്രീയ താല്പര്യമാണ്. ഒരു രാഷ്ട്രീയ താല്പര്യമല്ല. വീടുണ്ടാവുക ലക്ഷ്യം. അല്പത്തരത്തിന് രാഷ്ട്രീയമൊന്നുമില്ല. ഈ എല്ലാം സാറിന് തോന്നുന്നത് അല്പത്തരാന്ന്. PMAY എംബ്ലം വെക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഒരു വീടില്ലാതെ സംബന്ധിച്ച് വീടാണ് അവന് പ്രധാനം. അവന് രാഷ്ട്രീയ വിദ്യാലയങ്ങളല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മുതലെടുപ്പാണ്. അല്ലാതെ ഈ കിട്ടുന്ന അനുഭവിക്കുന്ന അത് തന്നെയാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുതലെടുപ്പ് തന്നെയാണ്. നിങ്ങൾക്കൊരു സഹായം ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അയാളെ നാട്ടുകാർ പിരിച്ച് സഹായിച്ചാൽ അയാൾ നെഞ്ചത്തൊരു മാലയിട്ട് അതിന്റെ അറ്റത്ത് എഴുതി വെച്ചിട്ട് നടക്കണം, നാട്ടുകാരുടെ സഹായം കൊണ്ട് ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തനായ ആൾ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇതൊരു കൊമകൂടിക്ക് ന്യായമാണ് സാറ് പറയുന്നത്. ഇതൊരു പദ്ധതിയാണ് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന കിട്ടുന്നതാണ് പ്രധാനമന്ത്രി XRY. ആരായാലും വെക്കുന്ന തെറ്റില്ല. ഒരു വീടില്ലാത്തതിനെ സംബന്ധിച്ച് എന്റെ രാജ്യം എനിക്കൊരു വീട് തന്നു അഭിമാനിക്കുള്ളൂ. ഒരു വീടില്ലാത്ത അഭിമാനിക്കാനുള്ളൂ. എനിക്ക് വീടില്ലാതായി പോകുന്ന ജീവിതാവസ്ഥ ഉണ്ടാക്കിയത് ഈ നാട്ടിലെ ഭരണാധികാരികളല്ലേ? ഈ നാട്ടിൽ കൊള്ളാവുന്ന ആളുകൾ കൊള്ളാവുന്ന രീതിയിൽ ഭരിച്ചിരുന്നെങ്കിൽ എനിക്ക് വീടില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണത് വീടില്ലാത്തവർ വീട് കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ എത്തണം. ഈ മുൻകാലങ്ങളിലെ ഭരണാധികാരികളാണ് അവിടെ പേരെഴുതി വെക്കാനല്ല എന്റെ ഉത്തരവാദിത്തം. PMAY അതൊരു പദ്ധതിയാണ്. ഏത് PMAY ആയാലും അത് ഔദാര്യമല്ല, അത് പബ്ലിക്കിന്റെ അവകാശമാണത്. ശരി, ഓക്കെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. PM കിസാൻ പദ്ധതി 6,000 രൂപ കൊടുക്കുന്നുണ്ട് വർഷത്തിൽ. അത് വേണ്ടെന്നാ ഏത് പദ്ധതിയുടെ പേരില പിന്നെ കൊടുക്കുക? സാറിന് പേര് പറഞ്ഞാട്ടെ. പദ്ധതിക്ക് 6,000 രൂപ കൊണ്ട് പോകുന്ന കടയിലെല്ലാം അവരൊരു കൊടുക്കണം. ഇത് മറ്റേ ഈ പദ്ധതി പ്രകാരം കിട്ടിയ 6,000 രൂപ കൊണ്ട് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ചെലവാക്കുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള നാണക്കേട് തന്നെയാണ് ഇതും. നാണക്കേടാണ്. അത് ഇല്ലാത്തവനെ സംബന്ധിച്ച് നാണക്കേടൊന്നുമില്ല, അഭിമാനം തന്നെയാണ്. ഇല്ലാത്തവരെ സംബന്ധിച്ച് നാണക്കേടുണ്ട്, അഭിമാനമുണ്ട്. സമ്പത്തുള്ളവരെക്കാൾ അഭിമാനമുള്ളവരാണ് ഈ നാട്ടിൽ സമ്പത്തില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ. അവരഭിമാനം വിട്ട് ജീവിക്കില്ല. ഈ പ്രശ്നമില്ല. കേരളത്തിലെ രാഷ്ട്രീയ കളിയായി, അതിന് യാതൊരു സംശയവും വേണ്ട. ശരി, ഓക്കെ. മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ PMAY എംബ്ലം വെക്കുന്നതുകൊണ്ട് വീട് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ അനുഭവിക്കുന്നതിന് ആരും പറഞ്ഞിട്ടില്ല. ശരി, പാവപ്പെട്ടവന്റെ പുറത്ത് കുതിര കയറാൻ എല്ലാവർക്കും കഴിയും. അവിടെ പേരെഴുതി വെക്കാൻ ചില നാട്ടിലെ വലിയ സമ്പന്നരൊക്കെ ഉണ്ട്. അവർ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ വീട് കൊടുത്തത് എന്നുള്ളത് നാട്ടിൽ മുഴുവൻ അറിയിക്കുക. അതുവഴി ഒരു പരസ്യം അയാൾക്ക് കിട്ടുക. അതിനുവേണ്ടി സഹായിക്കുന്ന ചില ആളുകളുണ്ട്. അല്പത്തരം ഒരു സർക്കാർ കാണിച്ചാൽ അതിനെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ശ്രീ ഗൗതമാണ് കാസർഗോഡ്. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സർക്കാരും മുഖ്യമന്ത്രിയും രണ്ടു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള സംശയം ഈ തുടക്കത്തിലേ ഉണ്ടാവുന്നത് ഒരു ഭൂഷണമാണോ? ആദ്യം തന്നെ പറയാനുള്ളത്, ബാലകൃഷ്ണൻ വടകരയ്ക്ക് താങ്കൾ മറുപടി കൊടുത്തതിന് വളരെ നന്ദി.